കണ്ടോ അമ്മേ, ഇന്നും ചേമ്പും ചേനയും തന്നെയാ. എവന്റെ അടുത്ത് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. നീ മേടിക്കുന്ന കടയിൽ ഇത് മാത്രമേ ഉള്ളൂടാ. ഏയ്, കടയിൽ എല്ലാ ഐറ്റവും ഉണ്ട്. പക്ഷേ എനിക്കിതൊക്കെ വാങ്ങിക്കാനേ പറ്റൂ. സാധനങ്ങളുടെ വില റോക്കറ്റ് പോലെ കുതിച്ചു ഉയരുകയാണ്. ഇനി എത്ര വില കൂടിയാലും ആളുകൾ അതൊക്കെ പോയി വാങ്ങിക്കുകയും ചെയ്യും. പിന്നെ എങ്ങനെ വില കുറയും? നിന്റെ ഈ കാഴ്ചപ്പാട് സിദ്ധാന്തം കാരണം വായിക്ക് രുചിയായിട്ട് വല്ലതും കഴിച്ച കാലം മറന്നു. ശോ, അപ്പുവിന്റെ സങ്കടം കാണുമ്പോഴാ. അമ്മ പറയുന്നത് കേട്ടാ തോന്നും എനിക്കിതിൽ ഒരു വിഷമമില്ലാന്ന്. ഇതൊരു സഹന സമരമാണ്. ഇവിടെ സെന്റിമെന്റ്സിന് ഒരു സ്ഥാനവും. പിന്നെ നീ ക്യാബേജും തക്കാളിയും വാങ്ങിക്കാത്ത വിവരം അപ്പോഴേ ഇന്റർനെറ്റ് വഴി അറിയും. ആ നിമിഷം അയാള് വിലയും കുറയ്ക്കും. ഒന്ന് പോടാ അവിടുന്ന്. ഈ പെങ്കൊച്ചു കുടുംബത്തിൽ പിറന്നായതുകൊണ്ട് നിനക്ക് കൊള്ളാം. വേറെ വല്ലവരും ആയിരുന്നെങ്കിലേ ഈ ചേന എടുത്തതിന്റെ മുഖത്തെറിഞ്ഞേനെ. അങ്ങനെ പറഞ്ഞു കൊടുക്കമ്മേ. ആ, മോളൊരു കാര്യം ചെയ്യേ. ഈ ചേനയും ചേമ്പും പിന്നെ അവന്റെ കാഴ്ചപ്പാടും കൂടെ സമാസമം ചേർത്ത് ഒരു കാഴ്ചപ്പാട് കൊണ്ടാട്ടം ഉണ്ടാക്കി അവൻ അങ്ങോട്ട് വിളമ്പി കൊടുക്ക.